അളിയനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് ട്രിവാൻഡ്രം ഇന്റേൺഷിപ്പ് പ്രാക്ടിഫൈ കമ്പനി വെച്ചിട്ടാണ്. ആദ്യം എനിക്ക് ഭയങ്കര ഷോ ആയിരുന്നു. ഞാൻ വിചാരിച്ചതോ ഇതാണ് തെറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ അടുത്ത് വരുമ്പോഴാണ് മനസ്സിലായി പൊട്ടി. പക്ഷെ നല്ല വൈബായിരുന്നു. എന്റെ നാത്തോനാണ് ഒരേ വരെ നാത്തു അല്ല. എനിക്ക് ഇവിടെ വന്നിട്ട് പ്രഷ്യസ് ആയിട്ട് കിട്ടിയൊരു സാധനമാണ്. വളരെ പ്രഷ്യസ് ആണ്. ഞാൻ ഇത്ര നാളെ ചേച്ചി സഹിച്ച് ഇനി അളിയന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുകയാണ്. അപ്പൊ പൊന്നുപോലെ നോക്കിക്കോളാം. ഒന്നും പറയാനില്ല. അത് ചേട്ടൻ തന്നെ മനസ്സിലാക്കണം. വിശ്വസം ചെയ്യണം. ഞാൻ പൂജനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ പൂജനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് എൻ്റെ കല്യാണത്തിനാണ്, റിസപ്ഷനിൽ 4 വർഷം മുന്നേ. അപ്പൊ പൂജ ഒരു ചെറിയ കുട്ടിയായിരുന്നു. പിന്നെ പൂജനെ ഒരുപാട് അടുത്ത് പരിചയപ്പെട്ടപ്പം വളരെ നല്ലൊരു കുട്ടിയാണ്. She is not beautiful outside but also inside. ആമസോണൊന്നും അങ്ങനെ എനിക്കിതിന് റിട്ടേൺ അങ്ങനെ ഒരു ഇതുമില്ല. പൊന്നുപോലെ നോക്കിക്കോളാം. ഇത്ര എനിക്ക് പറയാമോ. പ്രശ്നകാരിയൊന്നുമല്ല. വളരെ ഇഷ്ടപ്പെടാൻ എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്ന ഒരു സ്വഭാവകാരിയാണ്. Here's to the game that blessed us with the pain. Oh, hold my hand, let's just get on this train. Pooja, very congrats and wish you a happy married life. ഹാപ്പി മാരീഡ് ലൈഫ്. ആശംസകൾ നന്മകളുണ്ടാകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് പൂജ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ശബരിയാണ്. ശബരി ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എന്നെക്കാളും 2 വയസ്സ് മൂത്തതാണ് ആള്. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, സപ്പോർട്ടീവാണ്. ചില സമയത്ത് ഞാൻ അടിയുണ്ടാക്കാറുണ്ടെങ്കിലും പുള്ളിയാണ് അത് ഞങ്ങളുടെ ഇടയിൽ സോൾവ് ആക്കാറുള്ളത്. ആദ്യം പ്രപ്പോസ് ചെയ്തത് അവനായിരുന്നു. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്ത് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് പിന്നെ വന്ന് വീട്ടിൽ അവതരിപ്പിച്ച് വീട്ടുകാർ തന്നെ ഓക്കെ പറഞ്ഞു ഞങ്ങൾ വിവാഹം നടക്കാൻ പോവാണ്. ഞങ്ങളങ്ങനെ പുറത്ത് ഔട്ടിങ്ങിനൊന്നും പോയിട്ടേ ഇല്ല. വിവാഹ ശേഷം വേണം ഞങ്ങൾക്ക് കറങ്ങി നടക്കാൻ. ജ്വലിക്ക കോലം എഴുതി മംഗളവാഴ്ത്ത് சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதி